ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഹ്യൂമൻ സ്റ്റേജിൽ, ആ ബർത്ത് സ്റ്റേജിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന പോലെ തന്നെ എൻ്റെ ആശയം എൻ്റെ ഉള്ളിൽ, എൻ്റെ തലച്ചോറിൽ ഇരുന്നു കൊണ്ട്, എൻ്റെ മൈൻഡിൽ ഇരുന്നു കൊണ്ട് വളരുവാണ്. നോ ദൈസെൽഫാണ്. ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ആശയം, ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സുകാരെ പഠിപ്പിക്കുക, ആ ആശയം ഞാൻ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുവാണ്. ബുക്കുകൾ വായിക്കുന്നു, ഖുറാൻ വായിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, വേദങ്ങൾ വായിക്കുന്നു, ഗീത വായിക്കുന്നു, കബാല വായിക്കുന്നു, എമറാൾഡ് ടാബ്ലറ്റ് വായിക്കുന്നു. എന്തുമാത്രം പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അവിടെയാണ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ബുക്ക് വായിക്കാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ത്രിപുര രഹസ്യ എന്ന് പറഞ്ഞ ബുക്ക് അടിപൊളി ബുക്കാണ്, വായിക്കണം. അദ്വൈത വേദാന്ത അടിപൊളി ബുക്കാണ്, വായിക്കണം. അതൊക്കെ ജ്ഞാനം തരുന്ന വിസ്ഡമാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ ഹ്യൂമൻ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. ജീവിക്കുക മരിക്കുക. ഇവിടെ നമ്മൾ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധോദയം ഉണ്ടാവുന്നത്. അത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും തോന്നാം. ഒരു രാജാവായ ശേഷം അത് ഉപേക്ഷിച്ച് പോയിട്ടാണ് ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ആയിക്കൂടെ?